നമസ്കാരം. പലപ്പോഴും നിശ്ചിത അകലം പാലിക്കാത്തതുകൊണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ച കൂടിയാണിത്. ദുബായിലും സ്ഥിതി വ്യത്യസ്തമല്ല. റോഡിൽ വാഹനങ്ങൾ തൊട്ടു മുൻപിലുള്ള വാഹനത്തിൽ നിന്ന് അകലം പാലിക്കാതെ തൊട്ടുരുമി പോകുന്ന ടെയിൽ ഗേറ്റിംഗ് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ റഡാർ സംവിധാനങ്ങൾ രംഗത്തിറക്കുകയാണ് ദുബായ് പോലീസ്. വാഹനങ്ങൾ നിശ്ചിത അകലം പാലിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് ദുബായ് പോലീസ് കടക്കുകയാണ്. ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടായത്. ടെയിൽ ഗേറ്റിംഗ് കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനും പിഴ ചുമത്താനും അത്യാധുനിക രീതിയിലുള്ള റഡാർ സംവിധാനവുമായി ദുബായ് പോലീസ് പിന്നാലെ തന്നെയുണ്ട്. ഇനി മുതൽ ദുബായിലെ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായ അകലം പാലിച്ചേ മതിയാകൂ. ടെയിൽ ഗേറ്റിംഗ് നിയമലംഘനങ്ങൾ കാരണമുണ്ടാകുന്ന അപകട സംഭവങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അധികൃതർ നിയമം കൂടുതൽ കടുപ്പിക്കുന്നത്. ടെയിൽ ഗേറ്റിംഗ് 400 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ലഭിക്കാവുന്ന നിയമലംഘനമാണ്. ടെയിൽ ഗേറ്റിംഗ് ഉൾപ്പെടെയുള്ള ഒന്നിലധികം ട്രാഫിക് കുറ്റകൃത്യങ്ങൾക്ക് 30 ദിവസം വരെ വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും. റഡാറുമായി സംയോജിപ്പിച്ച് കൃത്രിമ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള പരീക്ഷണം ഇതിനോടകം അതോറിറ്റി ആരംഭിച്ചു കഴിഞ്ഞു. ട്രയൽ റൺ വേളയിൽ ഇക്കാര്യത്തിൽ റഡാറുകളുടെ കൃത്യത ഉറപ്പാക്കാൻ സാധിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ടെയിൽ ഗേറ്റിംഗ് മാത്രമല്ല, അതിനു പുറമെ അമിതമായി ശബ്ദമുണ്ടാക്കി വാഹനം ഓടിക്കുന്നതുൾപ്പെടെ ദുബായിൽ നിരവധി ഗതാഗത നിയമലംഘനങ്ങൾ റഡാറുകൾ നിരീക്ഷിക്കുകയും ചെയ്യും. ഈ നൂതന റഡാറുകൾക്ക് ശബ്ദം, അതിന്റെ ഉറവിടം, അതിന്റെ അളവ് എന്നിവ കണ്ടെത്താനും സാധിക്കും. ശബ്ദപരിധി ലംഘിച്ചാൽ 2000 ദിർഹം പിഴയും ഡ്രൈവറുടെ റെക്കോർഡിൽ 12 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും. റോഡ് സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാൻ പോലീസ് ഡ്രൈവർമാരോട് ആവശ്യപ്പെടുന്നുണ്ട്. അപകടങ്ങൾ തടയുന്നതിനും എല്ലാ റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ ദുബായിലെ മറ്റ് നിരവധി ഗതാഗത നിയമലംഘനങ്ങളും റഡാറുകൾ നിരീക്ഷിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അത്തരം നിയമലംഘനങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിലാദ്യത്തേത് വേഗതയാണ്. നമുക്കറിയാം, അമിത വേഗത പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. നമ്മുടെ നാട്ടിലും അന്യനാട്ടിലും നടക്കുന്ന നല്ലൊരു ശതമാനം അപകടങ്ങൾക്കും കാരണം ഈ അമിത വേഗത തന്നെയാണ്. പരമാവധി വേഗത പരിധിയിൽ മണിക്കൂറിൽ 80 കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ 3000 ദിർഹം പിഴയായി നൽകേണ്ടി വരും. കഴിഞ്ഞിട്ടില്ല, 60 ദിവസത്തെ വാഹനം കണ്ടുകെട്ടലും 23 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും. ഇനി 60 കിലോമീറ്ററിൽ കൂടുതലാണ് വേഗതയെങ്കിൽ 2000 ദിർഹം പിഴയും 20 ദിവസം വാഹനം കണ്ടുകെട്ടൽ, 12 ബ്ലാക്ക് പോയിന്റുകൾ എന്നിവയാണ്. 50 കിലോമീറ്റർ കവിഞ്ഞാൽ 1000 ദിർഹം പിഴ. നിർബന്ധിത ലൈൻ പാലിക്കാതിരുന്നാൽ 400 ദിർഹം പിഴയും ലൈൻ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 1500 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് 400 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും. വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചാലോ 800 ദിർഹം പിഴയും 400 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും. നിയമങ്ങൾ അത് പാലിക്കാനുള്ളതാണ്, അല്ലാതെ ലംഘിക്കാനുള്ളതല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.